ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. കൃഷ്ണാസ് വെള്ളി ചാറ്റിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് എൻ്റെ ഒരു ഓറഞ്ച് കൃഷിയെ പരിചയപ്പെടുത്താം. ഓറഞ്ച് കൃഷി എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതേണ്ട അത്ര വലിയ കൃഷിയല്ല, ഒരേ ഒരു തയ്യേ ഉള്ളൂ. ഇത് ഞാൻ ഇവിടെ ആലത്തൂരിൽ, പാലക്കാട് ജില്ല ആലത്തൂരിലെ അണക്കപ്പാറയിലൊരു ഫാമുണ്ട്. അവിടെ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓർഡർ ചെയ്ത് ചെറുനാരങ്ങയ്ക്കാണ്. കൊണ്ടുവരുമ്പോൾ തന്നെ കായ കണ്ടു, പക്ഷേ ചെറിയ കായായിരിക്കും. നമുക്കത് ഓറഞ്ചാണോ നാരങ്ങയാണോ എന്നൊന്നും മനസ്സിലായില്ല. വാങ്ങി വെച്ചു. ഇപ്പോൾ ഇത് രണ്ടാമത്തെ വർഷമാണ്. അപ്പോൾ ആദ്യം വെക്കുമ്പോൾ ഇത് അഞ്ചാറെണ്ണം ഉണ്ടായി. ഞാൻ വെള്ളമൊക്കെ കൊടുത്ത് അതങ്ങനെ വലുതായി വന്നു. നല്ല ഒരുപാട് വലുതാവുന്ന ഓറഞ്ചല്ല, പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണത്. ഇപ്പോൾ പക്ഷേ ഞാനിതിന് കൊടുക്കുന്ന വളങ്ങൾ എന്താണെന്ന് വെച്ചാൽ, രാസവളങ്ങളൊന്നും തന്നെ ഞാൻ കൊടുക്കാറില്ല. വേണ്ടില്ലേ ഓറഞ്ച് അപ്പോൾ ഇതിപ്പോൾ ഉണ്ടായിട്ട് ഒരു മാസത്തിന് മേലെ കഴിഞ്ഞു. വലുതാവുന്ന വരുന്നതേ ഉള്ളൂ. നിറയെ കാശുണ്ട്. ആ വളങ്ങൾക്ക് പറയാം, ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും, പിന്നെ ചാരം കൊടുക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 മാസം കൂടുമ്പോൾ അല്പം ഞാൻ പിന്നെ ചുണ്ണാമ്പില്ലേ കുമ്മായം, അതങ്ങനെ ചുറ്റുഭാഗം ഒന്ന് ഇട്ട് കൊടുത്ത് മണ്ണിളക്കി കൊടുത്ത് വെള്ളം നനച്ച് കൊടുക്കും. ഇത് മാത്രമേ ഞാൻ ഈ ചെടിക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ പച്ചക്കറികളുടെ നമ്മൾ തോലൊക്കെ വരില്ലേ, വേസ്റ്റൊക്കെ, തക്കാളി, സബോള, അതിൻ്റെയൊക്കെ കേടുവന്ന എല്ലാം ഇതിൻ്റെ ചേർത്ത് തന്നെ ഇടും. പിന്നെ ഞാൻ കൊടുക്കുന്ന വളം എന്താണ്, ഇത് ഞാൻ കലക്കി വെച്ചിരിക്കുന്ന വെള്ളം കണ്ടത്, ഇത് ഞാലിപ്പൂവൻ പഴം. ഞാലി തന്നെ വേണമെന്നില്ല, കുറേ കേട് വന്നു തോലൊക്കെ കറുത്തുപോയ പഴങ്ങളാണ്. അതിനെയൊക്കെ ഇതിലേക്ക് വെള്ളത്തിൽ അലിയിച്ചിട്ടുണ്ട്, കഞ്ഞിവെള്ളത്തിൽ അത് ചേർത്ത്. പിന്നെ കേട് വന്ന ചോറുണ്ടായിരുന്നു, കുറച്ച് പഴകിയത്. ആ ചോറെല്ലാം ചേർത്ത് ഇങ്ങനെ ഒരു മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി വെള്ളമാകും, കാരണം ഏതാണ്ട് ഒരു 10-15 പഴങ്ങളോളം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ ചുറ്റുമൊന്ന് ഒഴിച്ചു കൊടുക്കണം. അല്ലാണ്ട് ഒരു രാസവളങ്ങളും വേണ്ട. ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലൊന്നും ഈ ഓറഞ്ച് ഉണ്ടാവില്ല എന്ന് തന്നെ കരുതി. എന്തായാലും ആരോ പറഞ്ഞ മാതിരി മത്തം കുത്തിയിട്ട കുമ്പളങ്ങ മുളയ്ക്കുമെന്ന് പണ്ടുള്ളവർക്ക് ഒരു ചൊല്ലുണ്ട്. ഇതിപ്പോൾ ചെറുനാരങ്ങ പറഞ്ഞ് വാങ്ങി വെച്ചത് ഓറഞ്ചായിപ്പോയി. വലുതാക്കും തോറും അതിൻ്റെ നിറം മാറുന്ന അതിൻ്റെ രൂപം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന് കരുതി ഞാൻ. രസം അതല്ല, അന്ന് പൂത്തതൊക്കെ കായ്ച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും പൂവിട്ട് വരുന്നു. ആ പൂ കാണിച്ചു തന്നല്ലോ, ഓറഞ്ചൊക്കെ അത്രയും വലുതായി. ഈ സമയത്ത് രണ്ടാമത് വീണ്ടും പൂവിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ വർഷത്തിൽ നല്ല വെയിൽ കിട്ടില്ലായിരുന്നു. ഇത് കണ്ടില്ലേ മുകളിൽ വാഴകൾ, ഈ വാഴകളുടെ ഇലകളൊക്കെ വന്ന് ഇതിനെ ഒരു കുട പോലെ അങ്ങനെ മറച്ച് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ ആ ഇലകളൊക്കെ ഒന്ന് പൊട്ടിച്ചു വിട്ടു. കാരണം അതിൽ നിന്ന് മഴ പെയ്യുമ്പോഴൊക്കെ വെള്ളമൊക്കെ അങ്ങനെ കുട പോലെ അങ്ങനെ നിന്നാൽ അതിൻ്റെ മേലേക്ക് ആ വെള്ളം വീഴും. അപ്പോൾ ഞാൻ അതിനെയൊക്കെ ഒന്ന് ഒടിച്ച് മാറ്റിയിട്ടിട്ട് ഇപ്രാവശ്യമാണ് ഇതിന് നിറയെ വെയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അതിനാവശ്യമുള്ള ഘടകം എന്ന് പറഞ്ഞത് സൂര്യപ്രകാശമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ചട്ടിയിലും വെച്ചാലും ഉണ്ടാവുന്നു തോന്നുന്നു. ഞാനിപ്പോൾ ഇവിടെ സ്ഥലമുള്ളതും ഉണ്ട്, മണ്ണിൽ വെച്ചാണ്. ധാരാളം നേരത്തെ ഉണ്ടായതാണ് ഇതൊക്കെ, കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഞാൻ ഈ ചപ്പ് വാഴയുടെ ഇലകൾ, ഈ പുല്ലൊക്കെ ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, നല്ല ചൂടല്ലേ, ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ 2 നേരം നനച്ച് കൊടുക്കും, അത് നിർബന്ധമാണ് എനിക്ക്. പിന്നെന്താ വെച്ചാൽ, അടുത്തത് ഇത് എൻ്റെ അൽഫോൻസ് മാവാണ്. അത് ഇതുപോലെ വാങ്ങി വെച്ച് ഇതിനൊപ്പം ചെറുനാരകത്തിനോടൊപ്പം തന്നെ ഞാൻ വാങ്ങി വെച്ചാണ്. അതിനും ഇതേ വെള്ളം തന്നെ കൊടുക്കുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കില്ല. പിന്നെ മണ്ണിളക്കി കൊടുക്കുക. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ചുണ്ണാമ്പ് പൊടിയിട്ട് കൊടുക്കുക. ഇത് കൊണ്ടുവരുമ്പോൾ മാവുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ പൂത്തു. ആദ്യ വർഷം പൂക്കുന്നത് കളയണമെന്ന് പറയും. എന്നാലും എനിക്ക് മനസ്സ് വരാണ്ട് ഒരേ ഒരെണ്ണം അൽഫോൻസ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. പിന്നെ ഇതിന് യാതൊരു അനക്കവും നട്ടുന്നുണ്ടോ. ഈ ചെടി ഇങ്ങനെ വെറുതെ നിൽക്കില്ലാണ്ട് ഒരു തളിർപ്പ് വരികയോ പൂക്കുകയോ ഒന്നും വരാതിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ഇലകളുടെ അടിയിലൊക്കെ മീലി ബഗ് പോലെ ഒരു സാധനം വന്നു. ഇതിപ്പോൾ ഞാൻ കളഞ്ഞ് വൃത്തിയാക്കിയപ്പോൾ അതിന് കമ്മി മൊത്തം വെള്ളം ഇതാണ്ടില്ല, കാണുന്നുണ്ടോ നിൽക്കുക. ഇങ്ങനെ വന്നിട്ട് ചെടി മുരടിച്ചങ്ങനെ നിൽക്കുമായിരുന്നു. ഞാനപ്പോൾ ഇനി പിന്നെയും വന്നിട്ടുണ്ട്, ഇത് നോക്കണം. ഇതിൻ്റെ ഇതാണ്ടില്ലേ വന്നിരിക്കുന്ന വെള്ളം മീലി ബഗ്ഗാണ് തോന്നുന്നു. അപ്പോൾ ഞാനതിനെന്ത് ചെയ്തു വെച്ചാൽ, മുഴുവൻ ആ കേടുവന്ന ഇലകൾ അത്രയും ഞാൻ പറിച്ച് കളഞ്ഞ ശേഷം അടിയിലൊക്കെ നിറയെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു. പിന്നെ ചാരം ഇതിൻ്റെ മേലെ കൂടി ഇട്ടു. അപ്പോൾ അത് ഇപ്പോൾ പുതിയ തളിർപ്പ് വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ. ഇത് ഇത്തിരി സൂര്യപ്രകാശം കിട്ടുന്നത് കുറച്ച് കുറവാണ്. ഓറഞ്ചിൻ്റെ അത്ര സൂര്യപ്രകാശമൊന്നും കിട്ടുന്നില്ല, എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
അപ്പോൾ ഓറഞ്ച് ചെടി നമ്മുടെ നാട്ടിലും ഓറഞ്ച് നന്നായിട്ടുണ്ടാവും, നമ്മുടെ ശ്രദ്ധ കൊടുത്താലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് അവരക്ക പറഞ്ഞാൽ പുളി അവരക്ക. വിഷുവിന് കണി വയ്ക്കാൻ വാങ്ങും പുളി അവരക്ക. ആ പുളി അവരക്ക ഞാൻ എന്ത് ചെയ്തു, അത് കറി വയ്ക്കാനൊന്നും എടുത്തില്ല. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തോന്നി അതിനൊന്ന് മണ്ണിലിട്ട് എന്താവും നോക്കട്ടെ, ആ അവരക്ക ഈ അവരക്ക ഒന്ന് തന്നെയല്ലേ, ആ അവരക്കയുടെ ഉള്ളിലത്തെ വിത്തിനെയാണോ പുളി അവരക്ക എന്ന് പറയണമെന്ന് എനിക്കിപ്പോഴും ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ ഒരേ ഒരു ചെടി ഇതവിടെ മുളച്ച് വന്നതാണ്. എന്താ അതിൻ്റെ വേരൊക്കെ ഇതാ വണ്ണം വെച്ചു. എന്താ പുളി അവരക്ക കുത്തിയിട്ട് മുളപ്പിച്ചതാണ്. അത് പിന്നെ വളർന്നിങ്ങനെ പന്തളിച്ച് വന്നിട്ട് ധാരാളം ഇലകൾ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇലകളൊക്കെ നുള്ളിക്കളഞ്ഞു. കുറച്ച് കായൊക്കെ ഇടയ്ക്ക് കിട്ടി. പക്ഷേ ഈ ചെടി മതാളിച്ചുകൊണ്ട് കായ്ക്കാൻ താമസിക്കുമോ എന്നൊരു സംശയം. പിന്നെ അവരുടെ ഇല തോരൻ വയ്ക്കാവോ എന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല. അതറിയുകയാണെങ്കിൽ ഞാൻ വലിച്ച് തോരനുണ്ടാക്കിയേനെ. അതാണിപ്പോൾ. പക്ഷേ എന്തും നമ്മൾ ശ്രദ്ധിച്ചാൽ എന്നുള്ളത് മനസ്സിലായി. എനിക്ക് കൃഷിയോട് വലിയ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാറ്റിലും ശ്രദ്ധാലുവാണ്. അതുപോലെ തന്നെ ഇതെൻ്റെ തക്കാളിയാണ്. തക്കാളി പറഞ്ഞാൽ കുത്തിയിട്ട് മുളയ്ക്കുമ്പോഴേക്കും രാത്രി സമയത്ത് പെരിച്ചാഴിയോ പന്നിയോ ആരോ വന്നിട്ട് എല്ലാം കേടുവരുത്തിക്കൊണ്ടുപോയി. ഇവിടെ വെണ്ടയ്ക്ക തൈകളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കേടുവരുത്തി. ഇതിപ്പോൾ ഒരെണ്ണം മാത്രമേ നിൽക്കുന്നുള്ളൂ. അത് മാത്രം. പിന്നെ വേനലായി കഴിഞ്ഞുകൊണ്ട് വെള്ളം 2 നേരം ഒന്ന് സ്പ്രേ ചെയ്തുപോലെ അധികം വെള്ളം കൊടുക്കില്ല. ഇത് കത്തി അധികം വെള്ളം ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് എൻ്റെ ചാമ്പയ്ക്കൊക്കെ നന്നായിട്ട് വെള്ളം വേണം. ഇത് കണ്ടോ മുട്ടിട്ട് നിൽക്കണത്. ധാരാളം വെള്ളം ഞാൻ കൊടുക്കുന്നതുകൊണ്ട് ഇത് ഒരു തവണ മുഴുവൻ പൂത്ത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ വലിച്ചെടുത്താണ് ചാമ്പയ്ക്ക. പിന്നെ ഇപ്പോൾ നോക്കുമ്പോൾ വെള്ളത്തിന് നനവ് കൊണ്ടാണ് തോന്നുന്നു രണ്ടാമതും അത് നിറയെ പൂത്ത് തരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ച് നമുക്കതിൻ്റെ ഫലം തരികയാണ്. വീണ്ടും പൂത്ത് തരുന്നതാണ്. കാണുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, കണ്ടില്ലേ നിറയെ പൂത്തിട്ടുണ്ട് വീണ്ടും. പിന്നെ ഇതെൻ്റെ മാതളമാണ്. മാതളം നേരത്തെയൊക്കെ പൂത്ത് കാഴ്ചയുണ്ടായിരുന്നതാണ്. ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഒന്നും കാണുന്നില്ല. അതിൽ ചെറിയൊക്കെ നന്നായി പൂത്ത് നിൽക്കണുണ്ടോ. ചെറി ധാരാളം ഉണ്ടാവും. ഞാൻ ചെറി ഷുഗർ സിറപ്പിലിട്ടിട്ട് നേരാക്കും. കാണുന്നുണ്ട് ചെറി. ആ വെള്ള പൂക്കളൊക്കെ ചെറി പൂക്കളാണ്. കഴിഞ്ഞ വർഷം ഷുഗർ സിറപ്പിലിട്ട് നേരാക്കിയത് ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിനകത്ത്, ഒരു കേടുമില്ല. അപ്പോൾ ഇതാണ് ഓറഞ്ചിനെ കുറിച്ചാണ് ഞാൻ കാര്യമായിട്ടൊന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ മണ്ണില്ലെങ്കിൽ കൂടി ചെടിച്ചട്ടിയിൽ വെച്ചിട്ടും ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല സൂര്യപ്രകാശവും നല്ല വെള്ളവും കൊടുക്കണം. നല്ല പോലെ കായ്ച്ച് നമുക്ക് കായ്ഫലം തരും. ഞാനിവിടെ തൊടിയിലൊക്കെ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വയ്ക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് പക്ഷികൾ ഉച്ചനേരമാകുമ്പോൾ ദാഹിച്ച് വരഞ്ഞ് പക്ഷികൾ, മയിലുകൾ, പലതരം കുരുവികൾ, അണ്ണാന്മാരൊക്കെ വരും വെള്ളം ദാഹിച്ചിട്ട്. അപ്പോൾ അവർക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പാത്രങ്ങളിൽ എപ്പോഴും ഓരോരോ ഭാഗത്ത് ഇതവിടെ ആ നെല്ലിമരത്തിൻ്റെ ചുവട്ടിലും വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും പാത്രത്തിലിങ്ങനെ വെള്ളം നിറച്ച് വയ്ക്കും. ഭൂമിയിലെ അവകാശികളാണല്ലോ അവരും കുടിക്കട്ടെ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിപ്പോൾ ഇത് വീഡിയോ ചെയ്യുന്നത്. പിന്നെ പപ്പായ, അത് പിന്നെ എല്ലാവരും അവിടെ ഉള്ളതാണെന്ന് കരുതണം. അതും തന്നെ. അപ്പോൾ ഓക്കെ. പിന്നെ ഞാനിത് പ്ലാവും തൈ നേരത്തെ കായ്ക്കുന്ന മറ്റു ഒട്ട് പ്ലാവും തൈ അതിനൊപ്പം തന്നെ വാങ്ങി വെച്ചതായിരുന്നു. ഈ പ്ലാവും തൈയിൽ ധാരാളം പൂവും മുട്ടും പിഞ്ചൊക്കെ വന്നു. പിഞ്ച് പറഞ്ഞാൽ ചെറിയ കായകൾ. പക്ഷേ എന്താണെന്ന് അറിഞ്ഞില്ല, കണ്ടില്ല, എല്ലാം കരിഞ്ഞു തൂങ്ങണുണ്ടോ. ഒരെണ്ണം പോലും ഉണ്ടായിട്ടില്ല. ധാരാളം ഉണ്ടായെങ്കിലും ഇതിനെന്താണ് ഒരു പ്രതിവിധിയെന്ന് എനിക്കറിയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുന്നേ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. കാരണം എന്താ വെച്ചാൽ ഇതിൽ ചിലർ പറയണു വെള്ളം അധികം വേണ്ടാന്ന്. ഞാൻ നിറയെ വെള്ളമൊക്കെ കൊടുക്കുമായിരുന്നു. വേറെ ഒരു ഇതിൽ കണ്ടു ധാരാളം നനവ് വേണമെന്ന്. ഏതാണെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ദയവ് ഇതൊന്ന് സഹായിക്കണം. എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പിഞ്ചിടുന്നുണ്ടതൊന്നും വലുതായി വരുന്നില്ല. എല്ലാം കരിഞ്ഞ് പോകുന്നു. കാണുമ്പോൾ സങ്കടം വരിക. കണ്ടില്ലേ കരിഞ്ഞ് തൂങ്ങുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഏവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.